ഒരു 3-4 ദിവസം സിക്ക് ലീവൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് ഗോതമ്പ് പൊടിയിൽ പുഴുവെന്നൊക്കെ. അപ്പം ഞാൻ അത് ജസ്റ്റ് അരിച്ച് നോക്കാൻ വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഗോതമ്പ് പൊടിയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പുതിന ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം അതിന് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉഴുന്നും ജീരകവും കടുകും പിന്നെ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഈ മുളക് എനിക്ക് കുറച്ചൊരു വീക്ക്നെസ്സാണ്. ഞാൻ കുറച്ച് അധികം പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഇങ്ങനെ വെക്കുമ്പോഴല്ലോ ഒരിക്കലും കേടാവില്ല. ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് കറിവേപ്പില ആദ്യമേ കഴുകിയിട്ട് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കണം. എല്ലാ വെള്ളവും ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരു നൈറ്റ് വെറുതെ ന്യൂസ് പേപ്പറിൽ പരത്തിയിട്ടാൽ അത് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് ടിഷ്യൂവിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ ടിഷ്യൂ വെച്ചിട്ട് എടുത്ത ഡപ്പ അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് അതിലേക്ക് പുതിന കഴുകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിങ്ങനെ വഴണ്ട് വരും. അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറയും കണ്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളി ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വാളംപുളി. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചെരുകിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തേങ്ങയുടെ കൂടെ അരച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചമ്മന്തിക്കുള്ളത് ചൂടാറിയപ്പോൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മിക്സി കേടായപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയാണ് വാങ്ങിച്ചത്. നമ്മുടെ ഫ്രീഡം സെയിൽ ഉണ്ടായല്ലോ, അതിൽ നല്ല ഓഫറിൽ കിട്ടി. പിന്നെ ലഞ്ചിന് കൈപ്പയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് ചെറുള്ളിയിലാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുള്ളിയും അത്യാവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. എനിക്കെന്തോ ചെറുള്ളി സവാളിനേക്കാളും ചെറുള്ളി കട്ട് ചെയ്യാനാണ് കുറച്ചും കൂടെ കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും തിരിച്ചാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. ടാറ്റാ.